ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഗോവ ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ ഇന്ന്, അതായത് 4ാമത്തെ ദിവസം. നമ്മൾ ഇന്നലെ ഉടുപ്പിയിൽ ഏകദേശമൊക്കെ കവർ ചെയ്തു. പിന്നെ രാത്രിയിൽ നമ്മളൊരു ബീച്ചിലേക്കാണ് കേട്ടോ പോയിണ്ടായ, മാൽപ്പേ ബീച്ചിലേക്ക്. അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്. അപ്പോൾ അത് അവിടെ കറങ്ങിയതിന് ശേഷം ഇവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്, മാൽപ്പേ ബീച്ചിൻ്റെ അടുത്ത്. അതായത് ഈ മാൽപ്പേ ബീച്ചും സെൻറ്റ് മാരി ബീച്ചും ഓപ്പോസിറ്റ് ഭാഗത്താണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് സെൻറ്റ് മാരി ബീച്ചിലേക്കാണ്, അതായത് സെൻറ്റ് മാരി ഐർലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡിലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായി. മുമ്പേ നമുക്ക് അവിടെ ഈ സെൻറ്റ് മാരി ഐർലൻഡ് കാണണമെന്നുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ ഗോവയ്ക്ക് വന്ന സമയത്ത് ഈ ഉടുപ്പി വഴിയാണല്ലോ പോകുന്നത്, അപ്പം നമ്മളവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിടും. അപ്പം നമ്മൾ വിചാരിച്ച നേരെ അവിടേക്ക് എത്തുന്നത്, പക്ഷേ അത് ബോട്ടിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് കേട്ടോ കണ്ടിട്ടുണ്ടായത് ടിക്കറ്റ് എടുക്കണേയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് അവിടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഐറ്റംസും കൊണ്ട് നമ്മളെ ബോട്ടിലേക്ക് അവർ കയറ്റൂല കേട്ടോ. അങ്ങനെ നമ്മളിതാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ 350 ആണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് ടിക്കറ്റ്. അവിടേക്കുള്ള ടിക്കറ്റ് വരുന്നത് 350 ആണ്. പിന്നെ എന്താ നമ്മൾ വേഗം ടിക്കറ്റ് എടുത്തു. ആ സമയത്ത് ഒരു ബോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിട്ട് ഏകദേശം ആൾക്കാരൊക്കെ ആയിണ്ടേനെ. പക്ഷേ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബോട്ട് വരുമ്പോൾ ഒരുപാട് സമയമാവും. അത് കറക്റ്റ് 10 മണിക്കാണ് കേട്ടോ ഈ ബോട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ടുള്ള ദൂരം അരമണിക്കൂറും തിരിച്ചിങ്ങോട്ട് അരമണിക്കൂർ, അങ്ങനെ 1 മണിക്കൂറും പിന്നെ അവിടെ നമുക്ക് 1 മണിക്കൂർ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് തരും. ടോട്ടൽ അങ്ങനെ 2 മണിക്കൂറാണ് കേട്ടോ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ 10 മണിക്ക് പോയാൽ 12 മണിക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ബോട്ട് വന്ന് അതിൽ ആളാവണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം 2 മണി 1 മണിയൊക്കെ ആവട്ടെ. അപ്പോൾ പിന്നെയും സമയം ലേറ്റ് ആവാൻ വിചാരിച്ച് നമ്മൾ വേഗത്തിൽ തന്നെ കയറി. പിന്നെ സൈഡിലൊക്കെ ഇരിക്കാം സീറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. കസേര ഉണ്ട്, അതിൽ ഏതിലും നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ സൈഡിലിരുന്നു, അപ്പോൾ നമുക്ക് ആ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ബോട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓരോരുത്തർ ഡാൻസും കാര്യമൊക്കെ. അപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞിട്ടോ അവിടുന്ന് ഒരു ഫോട്ടോ കണ്ടല്ലോ, അതാണ് ഈ പാറക്കെട്ട് പോലെ, അതാണ് ഐർലൻഡ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പകുതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോട്ട് മാറി കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് എത്താൻ നേരം അത് പൊതുവേ അങ്ങനെ തന്നെയാണ്, എല്ലാ ബോട്ടും അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചിട്ട് വേറൊരു ബോട്ടിലാണ്, കുറച്ച് ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോവാം. തിരിച്ച് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആദ്യം ഒരു ചെറിയ ബോട്ടിൽ കയറിയിട്ട് പിന്നെ ഒരു വലിയ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഫസ്റ്റ് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നേക്കാണ് കേട്ടോ. വെറൈറ്റി ഐറ്റംസും ഐസ്ക്രീമും ഓംലേറ്റ് അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് അവിടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ സാവകാശത്തിൽ ഇങ്ങനെ നടന്നു പോകാം. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫോട്ടോക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുറേ പാറക്കല്ലുകൾ കേട്ടോ, ഇത് കുറേ വർഷങ്ങൾ മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടുള്ളത്. പിന്നെ ചില ഭാഗത്തൊക്കെ കടക്കാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പോയിട്ട് നമുക്ക് ഇറങ്ങാനും കളിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ ചുറ്റും പോലീസും അത് നോക്കുന്ന ആൾക്കാരൊക്കെ എമ്പാടും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഓരോ സ്ഥലത്ത് ഇരിക്കാനും പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അധികം മലയാളീസ് ഇല്ല, ഒരു 2-3-4 ഫാമിലീസിനാണ് കേട്ടോ നമ്മൾ കണ്ടത്. പിന്നെ ഫസ്റ്റ് അങ്ങോട്ട് ചെല്ലണം, അവിടെ നിന്ന് ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റില്ല, ഫുള്ള് നമുക്ക് നോ എൻട്രി ഏരിയ ആണ് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട, അതായത് വലിയ പ്രശ്നമില്ലാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇറങ്ങി. പിന്നെ അധികം വെള്ളത്തേക്ക് അങ്ങോട്ട് പോകാത്ത എന്താ വെച്ചാൽ അവളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല വിചാരിച്ചിട്ടാണ് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പാറേൻ്റെ മേൽ കൂടെ ഒക്കെ നമ്മൾ കുറച്ച് അധികം നടന്നു. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഒരു പച്ച കെട്ടിയ സ്ഥലമായതുകൊണ്ട് വെള്ളം വരുന്നതുകൊണ്ട് പിന്നെ വൈക്കി പോകാമെന്നൊക്കെ ഉണ്ട്. പിന്നെ മോളിങ് കൊണ്ടായതുകൊണ്ട് അധികം അങ്ങോട്ട് ഇറങ്ങാനും കാര്യങ്ങളും നിന്നിട്ടില്ല. കൂടുതൽ ആൾക്കാരൊന്ന് കളിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അവിടുത്തെ താഴെ മറ്റേ എന്താ അതിന് പറയാൻ, ഈ ശംഖ് ഉണ്ടാവുമല്ലോ, അതുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടും കുറേ വെറൈറ്റി ഐറ്റംസ് പണ്ടൊക്കെ ഇതിങ്ങനെ ശേഖരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശേഖരിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഞാൻ തിരഞ്ഞ്, അവൾ കളിക്കാണ്ട് കൂടുതൽ ഞാൻ ഇന്നിങ്ങനെ തിരഞ്ഞ് കുറേ ശംഖും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് 2 പോക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ 1 മണിക്കൂറായി നമ്മൾ തിരിച്ച് അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് കയറുമ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, നമ്മൾ ഏത് ബോട്ടിലാണ്. ആ ഒരു ടൈമിൽ വന്നവരെല്ലാവരും കൂടി ഒരു ബോട്ടിലാണ് കേട്ടോ. ഓരോ ടിക്കറ്റിനും ഓരോ കളറുണ്ട് കേട്ടോ. അങ്ങനെയാണ്. ചില ആളുകൾ അവിടെ നിന്ന് പോന്നിട്ടില്ല, അവർക്ക് അടുത്ത ബോട്ടിൽ വേണമെങ്കിൽ പോരാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കയറി പിന്നെ തിരിച്ച് ആദ്യം ചെറിയ ബോട്ട് കയറിയിട്ട് പിന്നെ സാധാരണ വലിയ ബോട്ട് അങ്ങനെ മാറി കയറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഉച്ച ആയിട്ടുണ്ട്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ
അവിടെ എത്തിയ സമയത്ത് നമ്മൾ നെസ്റ്റോ കണ്ടപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കിട്ട് എന്തോ ഓഫറും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര നെസ്റ്റോയിൽ മാത്രമല്ല ഫുഡ് ഐറ്റംസിൻ്റെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഏരിയയിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം വേഗം ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഗോവ ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാ പാട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.